അസ്സലാമലൈക്കും. സീനോബേദ് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തേക്ക് നമ്മൾ കണ്ടിട്ട് റമദാനിനൊന്നും കൂടുതൽ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മളെ ഈദിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. പുതിയ ഫ്രണ്ട്സുകളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ അനിയൻ്റെ മോളാണ് മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്നത്. രണ്ട് കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ശർക്കര മൈലാഞ്ചി. ഈ കയ്യിലും ഇട്ടിട്ടുണ്ട് മൈലാഞ്ചി. ഇത് നല്ല കളറുണ്ട്. ഇത് ഞാൻ 3 പ്രാവശ്യം ഇട്ടതാണ് കേട്ടോ. അതാണ് ഇത്രയും കളറിഞ്ഞ്. ഇതിൻ്റെ ഈ സൈഡിലുള്ളതൊക്കെ പോയാലാണിത് നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ. ഞാനിങ്ങനെ ഒരു ടോപ്പും ഷാളും ഒക്കെ അങ്ങനെ എടുത്തതാണ്, ഒരു പാൻറ്റും കൂടി സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ഞാനൊരു ഗൗണാണ് എടുത്തിട്ടുള്ളത്. ഗൗൺ ഞാൻ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ ചോദിച്ചു. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മോന് പള്ളിയിൽ പോയിക്കൊണ്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പം നമ്മളെല്ലാവരും കൂടി അനിയൻ്റെ വീട്ടിലാണ്. നമ്മൾ 3 വീട്ടുകാരും കൂടി ഫുഡൊക്കെ അങ്ങനെ ഓരോരോ വീട്ടിൽ ഓരോന്ന് ഫുഡൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടി ഒരു വീട്ടിലാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശേഷങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ അനിയൻ്റെ വീട്ടിൽ കുറേ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേയൊക്കെ പറിച്ചെടുത്തതാണ്. പറിച്ചിട്ട് മക്കൾക്ക് ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ അച്ചാറിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് തോനെ തന്നെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഫിത്തർ സക്കാത്തിന് അരിയൊക്കെ കൊടുക്കാനുള്ളതും ഞാനും എനിക്കൊരു മോനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 അരിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മോര് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മോര് കറിയും ബീഫുമാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അനിയത്തി അങ്ങനെ ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി, ചോറൊക്കെ. പിന്നെ കാക്കാൻ്റെ വീട്ടിൽ പായസം, പിന്നെ ബാക്കി കറികളും ചിക്കൻ ഫ്രൈയും അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് പെരുന്നാൾക്ക് ആഘോഷിച്ചിട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം മൈലാഞ്ചിയൊക്കെ ഇടാണ്. അപ്പോൾ ഇവിടുത്തെ മൂത്താപ്പാൻ്റെ മോൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്നത് കേട്ടോ. അതിനത് പിറ്റേ ദിവസത്തിന് നല്ല ചുവപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നഖത്തിലുള്ളത് മൈലാഞ്ചിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇതാ രാവിലെയൊക്കെ ആയി അങ്ങനെ ഒരു മൈലാഞ്ചിയൊക്കെ ഇട്ട് പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ എല്ലായിടത്തും ഒന്ന് ഊതൊക്കെ ഒന്ന് പുകയിച്ച്. അപ്പോൾ മോനൊക്കെ പള്ളിയിലൊക്കെ പോകാൻ റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ പുട്ടും ബീഫും ഒക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ രാവിലെ കഴിച്ച്. അതും അനിയൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ബീഫ് കറി ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മളെ 4 വീടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. 2 അനിയന്മാരുടെ വീടും ജ്യേഷ്ഠൻ്റെ വീടൊക്കെ അടുത്ത് തന്നെയാണ്. അങ്ങനെ പിന്നെ മക്കളൊക്കെ പള്ളിയിലൊക്കെ പോയി വന്ന് അവിടെ അനിയൻ്റെ മോനും എൻ്റെ മോനും ഒക്കെ പോയി വന്ന് ഞങ്ങൾ എല്ലാവരും പിക്കൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഇതിൻ്റെ കൂടെ അനിയൻ്റെ മോളാണ് കേട്ടോ. മോനും പിന്നെ ഇത് ഒന്ന് എൻ്റെ മോനും ഒന്ന് അനിയൻ്റെ മോനുമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഫുഡൊക്കെ കഴിച്ചതിന് ഫുഡ് ഇങ്ങനെ വിളമ്പി വെച്ച വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. എല്ലാവരും കൂടി കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിന് തന്നെ നേരെ ഒരുപാടായിരുന്നു. പിന്നെ എല്ലാവർക്കും ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് ചെയ്തത്. ഫുഡ് വേണോ യൂട്യൂബിലേക്ക് വരണമെങ്കിൽ ഹായ് പറഞ്ഞേ. ഹായ് ഈദും പാർക്ക് പറഞ്ഞു. ഈദും പാർക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ എല്ലാവരും സംസാരിച്ചിരുന്ന് പിന്നെ എല്ലാവരും ഉറങ്ങേണ്ടവരൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പായസമൊക്കെ കുടിച്ച്. പായസം ഉണ്ട്, നല്ല സേമിയ പായസം, അടിപൊളി പായസമായിരുന്നു പായസം. പിന്നെ അനിയൻ്റെ മോള് ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് വെച്ചിട്ട്. അതും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ പായസം കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ എടുത്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പം തന്നെ കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നോമ്പ് കഴിഞ്ഞതല്ലേ, നമ്മൾക്ക് ഒന്നും വേണ്ട. അങ്ങനെ കുറേ വെള്ളം കുടിക്കുക അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ നോമ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ പെരുന്നാളിൻ്റെ അന്നൊന്നും അത്ര അങ്ങോട്ട്. എന്നാലും ഇങ്ങനെ നമ്മൾ ഈ നാടൻ ചോറും മോര് കറിയും ചേനയും കുമ്പളാണ് കറിയൊക്കെ വെച്ചത്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മൾക്കൊന്നുകൂടി ഇഷ്ടം. ബിരിയാണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് മടുപ്പാവും. അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചേന കുമ്പളം മോര് കറി, പിന്നെ പയറുപ്പേരി, കാബേജ് ഉപ്പേരി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, പപ്പടം, പായസം, പുഡിങ്, അങ്ങനെ പലതരം കറികൾ, അച്ചാറുകൾ, മാങ്ങച്ചാറ്, ബീട്രൂട്ട് അച്ചാർ,
അങ്ങനെ എല്ലാ കറികളൊക്കെ ആയിട്ട് നമ്മളെ നല്ലൊരു അടിപൊളി ഈ പെരുന്നാൾ കൂടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാഷാഅല്ലാ അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും കൂടി നല്ലപോലെ ഒരു പെരുന്നാൾ കൂടി കഴിഞ്ഞ് പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാത്രി എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിൽ പോയി പിന്നെ നമ്മളടുത്ത് തന്നെയാണ് അഴിമുഖം ബീച്ച്. അപ്പോൾ അവിടെ വീട്ടിൽ മൂത്തന്മാരെ മക്കളും എളിമാരെ മക്കളൊക്കെ എല്ലാവരും കൂടി ഒരു ദിവസം വന്നിരുന്നു. ഇത് പെരുന്നാളിൻ്റെ അന്നല്ല, പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ബീച്ചിലൊക്കെ ഒന്ന് പോയി എല്ലാവരും കൂടി അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള എല്ലാ ഇതും ഉണ്ട് കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ പിന്നെ നല്ല ഫ്ലവറുകളും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയാവും. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ. ഇപ്പം ഞാൻ അരളിപ്പൂവാണേ, അതൊക്കെ ഒന്ന് തൊട്ട് നോക്കി. അരളിപ്പൂവ് പറിക്കാനോ ഇല പറിക്കാനോ ഒന്നും പാടില്ല. ഇലക്ക് നല്ല വിഷമൊക്കെ അടങ്ങിയിട്ടുണ്ട്. കുറച്ച് മുന്നേ നമ്മളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആരും ആ പൂവൊന്നും തൊടാനൊന്നും പാടില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം അത് നമ്മളടുത്ത് തന്നെ നമ്മളെ ബാക്കിൽ തന്നെയാണ് കടലൊക്കെ. അപ്പോൾ കടലിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ പുതിയൊരു റിസോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതെന്താണ് അങ്ങനെ നോക്കിയപ്പോൾ അവിടെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റിൻ്റെ അങ്ങനെ ഒരു സൈഡിലൂടെ നമ്മളൊന്നൊരു വീഡിയോ എടുത്ത് അങ്ങനെ ഇതാണ് ഇതിട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. അപ്പോൾ അവിടെ പല പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ കുറച്ച് നേരം അങ്ങനെ ഇറങ്ങി ആ കടലിൻ്റെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങനെ കളിച്ച് നിന്ന് മക്കളൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ കളിച്ച് അങ്ങനെ നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിന്നെ ആറുനോമ്പിൻ്റെ പെരുന്നാളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് എൻ്റെ ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.